ഷെലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വടുകപ്പുളി അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ വടുകപ്പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് വെള്ളം. ഒരു 2 മിനിറ്റ് നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് ഇട്ടിട്ടെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. കൂടുതൽ കൊണ്ട് വെന്ത് പോകരുത്. ഈ ഒരു ലെവലിൽ നമ്മൾ കോരി മാറ്റണം. 2 മിനിറ്റ് ഇട്ടാൽ മതി. നമുക്കൊന്ന് ചൂടാറിയിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് നാരങ്ങ ചൂടാറിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവശം കട്ട് ചെയ്ത് കളയാം. ഉണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. നമുക്ക് ഇങ്ങനെ മുറിക്കാം. ഇങ്ങനെ മുറിക്കാൻ നോക്കും. ഇതിൻ്റെ കുരുവൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് കുരു കളയാം. കുരു നമ്മുടെ അച്ചാർ ഭയങ്കര കയ്പ്പായിരിക്കും. കുരുവൊക്കെ കളഞ്ഞെടുക്കാം. നമുക്ക് 3 പീസായിട്ട് മുറിച്ചെടുക്കാം. ഒരു 3 പീസാക്കി മുറിക്കാം. നമുക്ക് ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. നമ്മുടെ വടുകപ്പുളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. കണ്ടോ, ഈ ലെവലിൽ അരിഞ്ഞെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ല പുളിയെ നന്നായിട്ട് ഉപ്പ് വേണം, അതിനൊരു ഉപ്പ് പിടിക്കുള്ളൂ. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അച്ചാർ ഉപ്പ് പിടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ചിരുന്ന് അച്ചാറുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് പിടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കയ്പ്പൊക്കെ വളരെ കുറവായിട്ട് നമുക്ക് തോന്നിക്കും. ഇത് ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ അച്ചാറുണ്ടാക്കുന്നുള്ളൂ. അതുവരെ നമുക്കിവിടെ വയ്ക്കാം ഉപ്പ് പിടിക്കാനായിട്ട്. പുളി അച്ചാറുണ്ടാക്കാം. നമ്മൾ അച്ചാർ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ കരുനാരങ്ങ കൊണ്ട് കറി വയ്ക്കാറുണ്ടല്ലോ, അതൊന്നും അധിക ദിവസം ഇരിക്കില്ല. അപ്പോൾ നമ്മളിത് അച്ചാറായിട്ട് തന്നെ എടുക്കുമ്പോൾ നമുക്ക് കുറേ നാളോട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കാന്താരി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ രണ്ടും കൂടി 100 മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവുള്ളത് കൂടുതലും. ഇത് കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിനൊക്കെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ചതാണ് നമ്മൾ. നല്ല തിളപ്പിച്ച് ഒരു നാറിയ വെള്ളമാണ് കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നാരങ്ങയിൽ ചേർത്തതാണ്. ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങയ്ക്ക് നല്ല പുളിയല്ലേ, അപ്പോൾ ലേശം ഒരു മധുരം ഇരിക്കുന്നത് നല്ലതാണ്. കായം ചേർത്ത് കൊടുക്കാം. കായപ്പൊടി, നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ചൂടാറിയിട്ട് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി നാരങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കാം.
വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഉപ്പ് പിടിച്ചിട്ടേ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് തീരെ ഇല്ല. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കയ്പ്പെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ അതിൽ. അടിപൊളി അച്ചാറാണ്. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പറാണ്. നമുക്ക് നോക്കാം ഉപ്പുണ്ടോയെന്ന്. ഉപ്പ് നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്താൽ മതിയാവും. ഇപ്പം അത്യാവശ്യത്തിനുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കയ്പ്പെന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ കയ്പ്പ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചൂടോടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഗ്രേവിക്കകത്തേക്ക് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.